അമേരിക്കയും ഇറാനും തമ്മിൽ പശ്ചിമേഷ്യയിൽ തുടരുന്ന രൂക്ഷമായ സൈനിക സംഘർഷം 6ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്കൻ സൈന്യത്തിന് സംഭവിച്ച ഭയാനകമായ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ പുറത്തുവരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. ഇറാൻ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ നൂറുകണക്കിന് അമേരിക്കൻ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും മേഖലയിലെ US സൈനിക താവളങ്ങളുടെ സുരക്ഷ വൻ വെല്ലുവിളി നേരിടുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ABC ന്യൂസ് വിശകലനം ചെയ്ത ഏറ്റവും പുതിയ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം പോരാട്ടത്തിൽ പരിക്കേറ്റ അമേരിക്കൻ സൈനികരുടെ എണ്ണം 653 ഉയർന്നുവെന്നാണ് വ്യക്തമാകുന്നത്. വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് അമേരിക്കൻ പ്രതിരോധ നിരയെ തകർത്ത് സൈനികർക്ക് മേൽ കടുത്ത ആഘാതമുണ്ടാക്കിയത്. യുദ്ധക്കളത്തിൽ പരിക്കേറ്റ സൈനികരിൽ ഭൂരിഭാഗം പേർക്കും നേരിടേണ്ടി വന്നത് ആഘാതകരമായ തലച്ചോറിലെ പരിക്കുകളാണ്. ആക്രമണങ്ങളിൽ ഉപയോഗിക്കപ്പെട്ട മാരകമായ സ്ഫോടക വസ്തുക്കളുടെയും മിസൈലുകളുടെയും പ്രഹരശേഷിയാണ് ഇത്തരം പരിക്കുകൾ വർദ്ധിക്കാൻ പ്രധാന കാരണം. റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നതിനനുസരിച്ച് ഇതുവരെ കുറഞ്ഞത് 170 അമേരിക്കൻ സൈനികർക്കെങ്കിലും കടുത്ത ആഘാതകരമായ തലച്ചോറിലെ പരിക്കുകൾ ബാധിച്ചിട്ടുണ്ട്. ഇറാൻ വിക്ഷേപിച്ച ഭാരമേറിയ മിസൈലുകളും ഡെസിബൽ ഉയർന്ന ശേഷിയുള്ള സ്ഫോടക വസ്തുക്കളും ഉണ്ടാക്കിയ ശക്തമായ ആഘാത തരംഗങ്ങളാണ് സൈനികരുടെ തലച്ചോറിന് ക്ഷതമേൽപ്പിച്ചത്. ആക്രമണങ്ങളുടെ ആഘാതം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നത് US ആർമി ഉദ്യോഗസ്ഥർക്കാണ്. കരസേനയിലെ ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും എന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ട്. മേഖലയിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളിലും മുൻനിര പ്രതിരോധ നിരകളിലും സേവനമനുഷ്ഠിച്ചിരുന്ന ആർമി പടയാളികളാണ് ഇറാന്റെ കൃത്യതയാർന്ന മിസൈലുകളുടെ പ്രഹരപരിധിയിലാക്കപ്പെട്ടത്. സാധാരണ സൈനികർക്ക് പുറമെ നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും പരിക്കേറ്റവരുടെ പട്ടികയിലുണ്ട് എന്നത് അമേരിക്കൻ സൈനിക നേതൃത്വത്തെ കൂടുതൽ വെട്ടിലാക്കിയിട്ടുണ്ട്. മുന്നണി പോരാട്ടങ്ങൾ നിയന്ത്രിക്കുകയും തന്ത്രപ്രധാന തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന മുതിർന്ന ഓഫീസർമാർ ആക്രമിക്കപ്പെട്ടത് US സൈന്യത്തിന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തിന് വലിയ തിരിച്ചടിയാണ്. സംഘർഷത്തിലെ ഓരോ വൻ വർധനവുകൾക്കും ശേഷമാണ് പരിക്കേറ്റവരുടെ കണക്കുകളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് എന്ന് ഡാറ്റകൾ വ്യക്തമാക്കുന്നു. ഇറാന്റെ പരോക്ഷ സഖ്യസേനകൾക്കുമേൽ അമേരിക്ക നടത്തുന്ന ഓരോ ആക്രമണത്തിനും പകരം ഇറാൻ നേരിട്ട് US താവളങ്ങൾക്ക് നേരെ നടത്തുന്ന ശക്തമായ മിസൈൽ വർഷങ്ങളാണ് സൈനികർക്ക് കനത്ത പരിക്കേൽപ്പിക്കുന്ന ഘട്ടമായി മാറിയത്. ഇറാന്റെ തന്ത്രപരമായ മിസൈൽ ശേഷിയുടെ വ്യാപ്തി കൂടിയാണ് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത്. അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ താവളങ്ങളിൽ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇറാൻ ഉപയോഗിച്ച അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളെയും ഗൈഡഡ് ഡ്രോണുകളെയും പൂർണ്ണമായി തടയാൻ കഴിഞ്ഞില്ല. 6ാം മാസത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ തലച്ചോറിനേറ്റ പരിക്കുകൾ സൈനികരിൽ ഉണ്ടാക്കുന്ന ദീർഘകാല ശാരീരിക മാനസിക ആഘാതങ്ങളെ കുറിച്ച് പ്രതിരോധ വിദഗ്ധർ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാത്ത എന്നാൽ കാലക്രമേണ ഓർമ്മക്കുറവ്, കടുത്ത തലവേദന, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം എന്നിവയിലേക്ക് നയിക്കുന്ന ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി സൈനികരുടെ ഭാവി ജീവിതത്തെ തകർക്കാൻ പോകുന്നതാണ്. ഇത്തരം ഗുരുതര പരിക്കുകൾ അമേരിക്കൻ സൈന്യത്തിന്റെ ആകെ സജ്ജീകരണത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരിക്കേറ്റ നൂറുകണക്കിന് പരിശീലനം ലഭിച്ച പടയാളികളെ യുദ്ധക്കളത്തിൽ നിന്നും അടിയന്തരമായി പിൻവലിക്കേണ്ടി വരുന്നത് മുൻനിര പോരാട്ട വീര്യത്തെ തളർത്തും. പകരം പുതിയ സൈനികരെ മേഖലയിലേക്ക് നിയോഗിക്കുന്നത് അമേരിക്കയ്ക്ക് കടുത്ത വെല്ലുവിളിയാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള പരമ്പരാഗത യുദ്ധമുറകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പോരാട്ടന്തരീക്ഷമാണ് പശ്ചിമേഷ്യൻ അമേരിക്കൻ സൈന്യം നേരിടുന്നത്. നേരിട്ടുള്ള പോരാട്ടത്തെക്കാൾ നിമിഷങ്ങൾക്കകം വൻ നശീകരണം വിതയ്ക്കാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകൾ പ്രതിരോധ അറകളെ തുളച്ചു കയറുന്നതാണ് സൈനികരിൽ വലിയ മാനസിക ഭീതി വളർത്തുന്നത്. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള മാനസിക പ്രശ്നങ്ങളും തലച്ചോറിനേറ്റ ക്ഷതവും ഒരേ സമയം സൈനികരെ ബാധിക്കുന്നത് US സൈനിക മെഡിക്കൽ സംവിധാനത്തിന് വലിയ ഭാരമുണ്ടാക്കുന്നുണ്ട്. പരിക്കേറ്റ 600-ലധികം വരുന്ന സൈനികർക്ക് ദീർഘകാല ചികിത്സയും പുനരധിവാസവും നൽകേണ്ടി വരുന്നത് അമേരിക്കൻ വെറ്ററൻസ് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് മുന്നിലെ വൻ ഉത്തരവാദിത്തമായി മാറും. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും ഈ റിപ്പോർട്ട് വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിദേശ മണ്ണിൽ തങ്ങളുടെ സൈനികരുടെ ജീവനും ആരോഗ്യവും പണയം വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം യുദ്ധങ്ങളുടെ പ്രയോജനത്തെക്കുറിച്ച് US കോൺഗ്രസിൽ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങി. മേഖലയിൽ നിന്നും സൈന്യത്തെ ഘട്ടം ഘട്ടമായി പിൻവലിക്കണമെന്ന ആവശ്യത്തിന് ഈ കണക്കുകൾ ശക്തി പകരുകയാണ്. അതേസമയം അമേരിക്കയ്ക്ക് തങ്ങളുടെ സാന്നിധ്യം പെട്ടെന്ന് അവസാനിപ്പിച്ച് പിന്മാറാനും സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. സൈനികർ കേൾക്കുന്ന ഈ വലിയ ആഘാതങ്ങൾക്കിടയിലും പിന്മാറിയാൽ അത് ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും വൻ വിജയമായി വ്യാഖ്യാനിക്കപ്പെടും.
പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇറാൻ സൈന്യം തങ്ങളുടെ ആക്രമണ രീതികളിൽ വരുത്തിയ മാറ്റമാണ് US സേനയ്ക്ക് ഇത്രയധികം ആഘാതമുണ്ടാക്കിയത്. പരമ്പരാഗത രീതികൾക്ക് പകരം ഒരുമിച്ച് നിരവധി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്ന സ്വാൻ ടെക്നിക് വഴി അമേരിക്കയുടെ പ്രതിരോധ കവചങ്ങളെ നിഷ്പ്രഭമാക്കാൻ ഇറാന് സാധിച്ചു. ഈ വലിയ നാശനഷ്ടങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നതോടെ US പ്രതിരോധ മന്ത്രാലയമായ പെന്റഗൺ തങ്ങളുടെ സൈനിക താവളങ്ങളുടെ സംരക്ഷണ തന്ത്രങ്ങൾ അടിയന്തരമായി പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന ഈ കനത്ത നാശനഷ്ടങ്ങൾ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിച്ചേക്കാം. സൈനികരുടെ വർദ്ധിച്ചു വരുന്ന പരിക്കുകളും പശ്ചിമേഷ്യയിൽ നിന്നും ഉയരുന്ന പ്രാദേശിക എതിർപ്പുകളും അമേരിക്കൻ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ABC ന്യൂസ് പുറത്തുവിട്ട ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് യുദ്ധത്തിന്റെ ക്രൂരമായ മറ്റൊരു മുഖമാണ് തുറന്നു കാട്ടുന്നത്. പരിക്കേറ്റ 653-ലധികം വരുന്ന സൈനികരുടെ ഭാവിയും തലച്ചോറിന് ഗുരുതര ക്ഷതമേറ്റ 170-ലേറെ പടയാളികളുടെ അവസ്ഥയും അമേരിക്കയെ സംബന്ധിച്ച് കേവലം സംഖ്യകളല്ല, മറിച്ച് നിഷേധിച്ചു കളയാനാവാത്ത ഒരു വലിയ യുദ്ധ ദുരന്തത്തിന്റെ തെളിവുകളാണ്.